ഞാൻ ആരിഫ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഞാനൊരു ക്ഷീരകർഷകയാണ്. എനിക്ക് 8 കറവ പശുക്കളും 5 കിടാരികളുമുണ്ട്. എൻ്റെ പശുവിൻ്റെ പാലുപയോഗിച്ച് പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ് എനിക്ക് വരുമാനം ഉണ്ടാക്കുന്നത്. ആ രീതിയിലാണ്. കുറച്ച് പാല് സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ലോക്കൽ സെയിലായിട്ട് കുറച്ച് പാല് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പാലാണ് ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. കൂടുതലായും ഞാൻ സ്റ്റാളുകളിലാണ് പോകുന്നത്. ഇപ്പോൾ കേരളീയം പരിപാടിയിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. തിരുവനന്തപുരത്ത് പോയിരുന്നു. ഞാൻ മെയിനായിട്ട് പനീറാണ് ഉണ്ടാക്കുന്നത്. പനീറിൻ്റെ സ്നാക്സുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പനീർ ഉണ്ടാക്കി കൊടുത്താലായിരിക്കും അതിനെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയുന്നില്ല. അതുകൊണ്ട് പനീർ തിക്ക, പനീർ ലോലിപോപ്പ്, പനീർ പോപ്കോൺ ഇതുപോലുള്ള പലതരം സ്നാക്സുകളാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് നല്ല മാർക്കറ്റും ഉണ്ട്. പിന്നെ ലസ്സി ഉണ്ടാക്കുന്നുണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലുള്ള നിരവധി ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. എല്ലാം കോഴിക്കോട് നെടുവട്ടത്ത് പോയി ട്രെയിനിങ് കഴിഞ്ഞ് പഠിച്ചു വന്നതാണ്. എനിക്ക് സപ്പോർട്ടായിട്ട് നമ്മളെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, മെമ്പർ, നമ്മളെ ക്ഷീരവികസന ഓഫീസർ മനോഹരൻ സാറുണ്ട്, നമ്മളെ ഡോക്ടർ, പിന്നെ കൃഷി ഓഫീസർ, എല്ലാവരും എനിക്ക് കട്ട സപ്പോർട്ടാണ്. പിന്നെ കൂടുതലായി എനിക്ക് സഹായം എന്ന് പറയാൻ പുറത്തുനിന്ന് ആരുമില്ല. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുമാണ് എനിക്ക് സഹായിക്കാനുള്ളത്. പശുവിൻ്റെ ചാണകം ഞാൻ ബയോഗ്യാസായി ഉപയോഗിക്കുന്നുണ്ട്. ആ ബയോഗ്യാസ് ഉപയോഗിച്ചാണ് ഞാൻ ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. PMFME സ്കീമിൽ കുറച്ച് മിഷനറീസ് വാങ്ങിയിട്ടുമുണ്ട്. ബാക്കിയുള്ള ഗോമൂത്രം, സ്ലറി ഇതെല്ലാം പുൽകൃഷിക്കും വേണ്ടിയും എൻ്റെ തോട്ടം കുറച്ച് കവുങ്ങ്, തെങ്ങ് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളത്. അതുപോലെ പഞ്ചായത്ത് സ്കീമിലും ഒരു പശുവിനെയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൃഷി ഓഫീസിൻ്റെ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ ചാഫ് കട്ടറിന് എഴുതി കൊടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ചാഫ് കട്ടറും ലഭിച്ചിട്ടുണ്ട്. പശുവിൻ്റെ പുല്ലെല്ലാം ചാഫ് കട്ടറിൽ കട്ട് ചെയ്തിട്ടാണ് പശുവിന് കൊടുക്കുന്നത്. പിന്നെ കൂടുതലായിട്ടും സൈലേജാണ് ഉപയോഗിക്കുന്നത്. പശുവിന് ഏറ്റവും നല്ല കൊഴുപ്പുള്ള പാൽ ലഭിക്കുന്നത് സൈലേജിലാണ്. ഇനിയും പശുക്കളെ കൂടുതലായും വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ വേറെ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം സ്ഥലപരിമിതിയാണ്. ഇവിടെ 31 സെൻറ്റിൽ ഇത്ര പശുക്കളെ വളർത്താനുള്ള സാധിക്കുന്നുള്ളൂ. അത് 50 പശുവെങ്കിലും വേണമെന്നാണ് ഇപ്പോഴുള്ള ഒരാഗ്രഹം. അതേപോലെ ആ പാലിനെ കുറച്ചും കൂടി വിപുലീകരിച്ച് എൻ്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലെത്തിക്കണം, ബ്രാൻഡ് ചെയ്യണം എന്നതാണ് എൻ്റെ ആഗ്രഹം. കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ടും ഉണ്ട്. പിന്നെ നമ്മുടെ CDSൻ്റെ ചെയർപേഴ്സണാണ് എനിക്ക് സ്റ്റോളുകളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് അവരാണ്. കുടുംബശ്രീയുടെ സപ്പോർട്ടുമുണ്ട്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.